പക്ഷേ ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പറയുന്നു, ഞാനാണ് പാകിസ്ഥാനോടും ഇന്ത്യയോടും സംസാരിച്ച് ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത്, ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ സമാധാനപരമായി പോകുന്നത്, ഞാനില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടേനെ, യുദ്ധം നടത്തിയേനെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തപ്പോൾ മോദി പറഞ്ഞത്, ഞങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ കാല് പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വെടിനിർത്തലിന് സമ്മതിച്ചത്, മറ്റൊരാളുടെ ശക്തി ഇതിൽ വന്നിട്ടില്ല. ഇപ്പോൾ സൗദിയിലും പോയി ട്രംപ് പറയുന്നത്, ഞാനാണ് ഇന്ത്യയെ സഹായിച്ചത് എന്ന്. ട്രംപും മോദിയും തമ്മിലുള്ള ഒരു ഇരിപ്പുവശമൊക്കെ നമുക്കറിയാം. മൈ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. ഈ ഫ്രണ്ട് ശത്രുവായി മാറാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഈ വാർത്തകൾ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് നമുക്ക് സ്വീകാര്യമായ കാര്യമല്ല. ട്രംപിനെന്തും പറയാം, പക്ഷേ അത് ഇന്ത്യക്കാരൻ്റെ പുറത്ത് കുതിര കയറാനുള്ള രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നതിന് കാരണമുണ്ട്. അത് ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാൻ നടത്തിയ അക്രമത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. പഹൽഗാമിൽ കടന്നു വന്ന് അവർ വളർത്തി രൂപപ്പെടുത്തിയ ഭീകരപ്രവർത്തകർ വന്ന് നമ്മളുടെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് വന്നു. ടൂറിസ്റ്റുകളെ വെടിവെച്ച് വന്നു എന്ന് മാത്രമല്ല, ടൂറിസ്റ്റുകളായിട്ടുള്ള ആണുങ്ങളെ മാത്രം വെടിവെച്ച് വന്നു. അതും മതമൊക്കെ ചോദിച്ചിട്ട് ഉള്ള പ്രത്യേക രീതിയിൽ ഉള്ള അക്രമമായിരുന്നു. അത് ഇന്ത്യയെ വല്ലാതെ വേദനിപ്പിക്കുകയും ഇന്ത്യ അതിന് പകരം ചോദിക്കാൻ തീരുമാനിക്കുകയും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു പേരിട്ടു അതിന്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന്. ഈ പേരിട്ട് നടത്തിയ അക്രമം എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് കൃത്യമായിട്ട് ഇന്ത്യക്ക് കാഴ്ചപ്പാടുണ്ട്. അതിന് അമേരിക്കയുടെ സഹായം ആവശ്യമില്ല. അമേരിക്ക ഇതിനകത്ത് ഇപ്പോൾ നടത്തുന്ന ഇടപെടൽ എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ത്യ പറഞ്ഞത്, അത് കയ്യിൽ വെച്ചേക്ക്, ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ്. കാരണം ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ലോകത്തിൻ്റെ മുന്നിൽ വളരെ വ്യക്തമാണ്. ഇതെങ്ങനെ തീർന്നതെന്നും ലോകത്തിൻ്റെ മുന്നിൽ അറിയാം. അതിനെ ഞങ്ങൾ പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങളോട് പാകിസ്ഥാൻ നേരിട്ട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ചെയ്തത്, അരുത്, ഇനി അക്രമം തുടരരുത്, ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയാണെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഇക്കാര്യത്തിൽ സംഭാഷണം നടത്തി. എന്നുവെച്ചാൽ ഇടനിലക്കാരനില്ല, നേരിട്ട് പാകിസ്ഥാനും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ ഇന്ത്യ വളരെ വ്യക്തമാക്കിയൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇനി മേലാൽ ഇന്ത്യയുടെ ഒരു സാമന്ത രാഷ്ട്രം പോലെ പ്രവർത്തിക്കും. ഇന്ത്യക്ക് വിധേയമായി നിൽക്കുന്ന ഒരു കുഞ്ഞു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. മുൻപ് അങ്ങനെയല്ല. പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് തുല്യ ശക്തികളാകുന്ന രീതിയിലാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ആ പരിഗണനയൊക്കെ പോയി. പട്ടാളത്തിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ യുദ്ധത്തിൻ്റെ കാര്യത്തിലും യുദ്ധശക്തിയുടെ സൈനിക ശക്തിയുടെ കാര്യത്തിലൊക്കെ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ എത്രയോ ഇരട്ടി ഉയരങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇനി സമാസമം വേണ്ട. സമാസമം എന്നുള്ള ചർച്ചയ്ക്കും പ്രസക്തിയില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് പഴയ പാകിസ്ഥാനല്ല. പാകിസ്ഥാൻ 3-4 കഷ്ണമായിട്ട് ചിതറിത്തെറിച്ച് നിൽക്കുന്ന ഒരു പൊട്ട് മാത്രമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ്. ബംഗ്ലാദേശ് ഒരു കഷ്ണം തെറിച്ചുപോയി. പാകിസ്ഥാനകത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വതന്ത്രമായാലും ഇല്ലെങ്കിലും പാകിസ്ഥാൻ ദുർബലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ദുർബലപ്പെട്ടിരിക്കുന്ന ഈ പാകിസ്ഥാൻ ഇന്ത്യ പറയുന്നത് കേൾക്കാൻ മാത്രമുള്ള ഒരു രാഷ്ട്രമായിട്ട് ചുരുക്കപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ എന്തിനാണ് അമേരിക്കക്കാരൻ്റെ ഇടപെടൽ? ട്രംപ് എന്തിനു ഇതിൻ്റെ അടുത്ത് കയറിയാണ്? ട്രംപ് പറയുന്നത് കേട്ടതുകൊണ്ടാണ് യുദ്ധമില്ലാതായത് എന്ന് ട്രംപിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രംപറ്റ് ഊതാം. അതല്ലാണ്ട് അത് കേട്ട് നമ്മളതിന് വിധേയമായി നിൽക്കും എന്ന് അദ്ദേഹം കരുതേണ്ട ഒരു കാര്യമില്ല. സ്വന്തം ചെണ്ട കൊട്ടി അദ്ദേഹം ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനതൊക്കെ ശരിയാക്കിയെന്ന് പറഞ്ഞു. ഇയാൾ എന്തിനും ശരിയാക്കാൻ ഇങ്ങോട്ട് വരുന്നത്? അതിൻ്റെ ആവശ്യമില്ല. മുമ്പ് പോലും ഇന്നാണ് ഈ അമേരിക്കയെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത് എന്താണ്? ലോകത്തിൻ്റെ പോലീസുകാരൻ എന്നാണ്. അതവരുടെ ഒരു പഴയകാല പ്രൗഢി മാത്രമാണ്. ഇന്ന് അമേരിക്കയ്ക്ക് ആ പ്രൗഢിയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ശക്തി പോലും അവരെ അതിശക്തമായിട്ടുള്ള രീതിയിൽ ചൈന വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ സാങ്കേതിക മേഖലകളിലും ചൈന നുഴഞ്ഞു കയറി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനീ കഴിഞ്ഞ ദിവസം ഈ ഓഹരി വിപണിയിൽ തന്നെ നമ്മൾ കണ്ടത്, ഈ ഫ്രാൻസിൻ്റെ വലിയ പ്രൗഢമായിട്ടുള്ള ആയുധ നിർമ്മാണ ശാലയുടെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു. ആ സമയത്ത് ചൈനയുടെ മാർക്കറ്റ് വാല്യൂ ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന സമയത്ത് അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ
ഏകഛത്രാധിപതിയായോ വർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് പറയുന്ന ധാരണയിലാണ് ട്രംപ് ഈ ലോകത്തെല്ലാം ബഹളം ഉണ്ടാക്കിക്കൊണ്ടത്. അങ്ങനെ ബഹളം ഉണ്ടാക്കി എല്ലാവരെയും ഞാൻ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. പകരച്ചുങ്കം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സാധനം. ഈ റെസിപ്രോക്കൽ ടാക്സ് അങ്ങനെ കൊണ്ടുവന്നത് എന്തിനായിരുന്നു? മറ്റ് രാജ്യങ്ങളെ ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ത്യ വരെ അതിനകത്ത് ഉപദ്രവിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് ട്രംപും അതേപോലെ തന്നെ മോദിയും ബായി ബായി എന്നൊക്കെ പറഞ്ഞെങ്കിലും അമേരിക്കക്കാരൻ്റെ പ്രശ്നം വന്ന സമയത്ത് അവൻ്റെ സ്വഭാവം കാണിച്ചു. എന്നിട്ട് ഇന്ത്യക്ക് ഇട്ട് പണിയാനായിട്ട് തീരുമാനിച്ചു. അത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ ആ പ്രശ്നത്തിന് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒരു വിരാമം വന്നിരിക്കുന്നത്. ചൈനയും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള പോരാട്ടത്തിൽ രണ്ട് തുല്യ ശക്തികൾ എന്ന നിലയ്ക്ക് രണ്ടുപേരും ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. കാരണം അമേരിക്ക ചൈനയ്ക്കെതിരെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അവിടെ ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ നികുതി തീരുമാനിച്ചു. ചൈനയും അങ്ങനെ തീരുമാനിച്ചു. അതോടുകൂടി അത് എന്ത് ചെയ്തു? സുല്ലു പറഞ്ഞ് പിരിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ 10% 5% എന്ന അടിസ്ഥാനത്തിലേക്ക് ചുരുങ്ങി 90 ദിവസത്തേക്ക് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും ധാരണയിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ അപ്രമാദിത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിന് സാധ്യമല്ല എന്ന് മറ്റ് പല രാഷ്ട്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയും ബോധ്യപ്പെടുത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വെടിനിർത്തലുണ്ടായത് എൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് ലോകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോയി സൗദിയിൽ ചെന്നും പറഞ്ഞ് സൗദിയും അവരുടെ പാട്ടിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ട്രംപിന് മോദിയുടെ മറുപടി ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? അത് വേണ്ട ഫ്രണ്ടേ, കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാണ് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളാണ് തീരുമാനിച്ചത്. ഞങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പാകിസ്ഥാൻ തയ്യാറാകുന്നു എന്ന് കണ്ടതുകൊണ്ട് പാകിസ്ഥാനെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴാണോ ഞങ്ങളുടെ കണ്ടീഷൻസ് പാകിസ്ഥാൻ ലംഘിക്കുന്നത് അപ്പോൾ വീണ്ടും അടിക്കും ഞാൻ അവനെ എന്നാണ് മോദി പറയുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യ അത്രയും ശക്തമാണ്. ആ ശക്തി അമേരിക്ക കൂടി ബോധ്യപ്പെടുത്താനായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നയതന്ത്ര വിജയമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം നമ്മൾ പണ്ട് ഇന്ത്യയും അതേപോലെ ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത് ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അമേരിക്കയുടെ അടുത്ത് ചെന്നു, റഷ്യയുടെ അടുത്ത് ചെന്നു. അന്നേരത്തെ അവർക്കൊന്നും കേൾക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ക്യൂബൻ മിസൈൽ എന്ന് പറഞ്ഞ് വലിയ ഒരു പ്രതിഭാസവും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് എല്ലാവരും കൂടി അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി ചെയ്തു. നമ്മളെ സഹായിച്ചില്ല. അപ്പോൾ അന്ന് സഹായിക്കാത്ത അവസ്ഥയിൽ നമ്മൾ വളരെ മോശം പൊസിഷനിലായിരുന്നു. അന്ന് നമ്മൾ നാണം കെട്ടതുകൊണ്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്ത് അണുവായുധ നിർമ്മാണം നടത്താനായിട്ട് തീരുമാനിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആദ്യമായിട്ട് നമ്മൾ അണുവിസ്ഫോടനം നടത്തി ലോകത്തെ വലിയൊരു ന്യൂക്ലിയർ പവറാണെന്ന് തെളിയിച്ചു. പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് മോദി വന്ന സമയത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ അണുവിസ്ഫോടനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നല്ല ന്യൂക്ലിയർ പവറായിട്ട് മാറി. മാത്രമല്ല ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയുമായിട്ട് മാറി. ഈ സമയത്ത് ഇങ്ങനെ ഞങ്ങളും അതേപോലെ തന്നെ പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. കാരണം പാകിസ്ഥാൻ വെറുതെ ഒരു ഞാഞ്ഞൂലാണ്, അതിനെ ഞങ്ങൾ തല്ലിക്കൊല്ലും. അതുകൊണ്ട് നിങ്ങളുടെ ഇടപെടൽ ഇതിനകത്ത് ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മോദി അമേരിക്കയെ ബോധ്യപ്പെടുത്തി. അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ്.